ഏറ്റവും കൂടുതൽ ഇപ്പോ അങ്കമാലിയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ അങ്കമാലിയെ സംബന്ധിച്ച് ആളുകളുണ്ടെങ്കിലും അങ്കമാലിയിലെ ആദ്യത്തെ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി അംഗീകാരമുള്ളതും അതും കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻസി കമ്പനിയാണ്. ഇപ്പോൾ അങ്കമാലി അതിന്റെ ബ്രാഞ്ച് ആരംഭിച്ചു. നമുക്ക് ദുബായില് ബ്രാഞ്ച് ഉണ്ട്, അതേപോലെ മറ്റു സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അങ്കമാലിലെ ആദ്യത്തെ ഒരു പ്രൊഫഷണൽ റിയൽ എസ്റ്റേറ്റ് സർവീസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഇനോവേഷന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം സ്വാഗതം പറയുകയാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ്. MLA ആണെങ്കിലും തമിഴാണെങ്കിലും പ്രസിഡന്റാണെങ്കിലും ഡോക്ടർ സലീമാണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല ബന്ധമുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ സ്ഥലത്ത് പ്രതി ചെയ്യാനായിട്ട് MLA സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സ്ഥാപനം കൂടി ഇന്ന് അങ്കമാലിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. വളരെ ഏതൊരു സംരംഭം തുടങ്ങാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണിന്ന്. ചിങ്ങം 1 നമ്മുടെ പുതുവത്സരമാണ്. അപ്പോൾ ഈ ദിവസത്തിൽ തന്നെ പ്രിയപ്പെട്ട വിമല് ഇങ്ങനെയൊരു സ്ഥാപനം ആരംഭിക്കുന്നു. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. വിമലുമായി ദീർഘകാലത്തെ അടുപ്പമുണ്ട്. വിമല് നമ്മുടെ അങ്കമാലി ബ്ലോക്കിലൊക്കെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ പരിപാടികളൊക്കെ സംഘടിപ്പിക്കും. അതിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ടൊക്കെ സ്ഥിരമായിട്ട് വന്നിരുന്ന ഒരാളാണ്. എന്തായാലും അദ്ദേഹം ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്നത് അത് ദുബായിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും അതും വേറെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിലേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചാണ്. ഇവിടെ ചേർന്നിരിക്കുന്ന എന്തായാലും ഇവിടെ ഒരു ISO മാർക്കുള്ള ഒരു വ്യവസായ സംരംഭം എന്തായാലും ഈ ഷോപ്പ് ഇവിടെ ഇന്ന് ചിങ്ങം 1 ഉദ്ഘാടനം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും പുറത്തും ഇതിന് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്, ഉദ്യമം തന്നെയാണിതെന്ന് നമുക്ക് നോട്ടീസ് വായിച്ചപ്പോഴും ഇവിടെ പറഞ്ഞപ്പോഴൊക്കെ മനസ്സിലായി. എന്തായാലും ഇത് നല്ല രീതിയിൽ തന്നെ ഇനിയും കൂടുതൽ ശാഖകളായി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.